ഇന്നത്തെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യലായ ബീഫ് റോസ്റ്റാണ്. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഇതൊരു വലിയ സവാളയാണ്, അത് സ്ലൈസാക്കി ഇതിട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയുമാണ്, അത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു പച്ചമുളക് ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് നന്നായി ഒന്ന് ഞരടിയെടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇത് 1 കിലോ ബീഫാണ്. ഞാനിത് വിനാഗിരിയും ഉപ്പും ഇട്ട് നന്നായി വാഷ് ചെയ്തെടുത്ത് ഒന്ന് വെള്ളം കളഞ്ഞെടുത്തതാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഓരോ ബീഫിൻ്റെയും വേവ് അനുസരിച്ച് ചെയ്യുക. എനിക്കിവിടെ 2 വിസിലിന് വെന്ത് കിട്ടാറുണ്ട്. ഇനി ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇത് വെന്തോ എന്നറിയാനായിട്ട് നമുക്ക് ഒന്ന് ഒരു കഷ്ണം എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം കൂട്ടി വെച്ച് ഇതിൻ്റെ ഗ്രേവി ഒന്ന് നമുക്ക് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഒരു പാൻ വെച്ച് അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു നുള്ള് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു 1/4 കപ്പ് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് എത്ര ഇടണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. ഇനി തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയുമാണ്, അതിട്ട് കൊടുക്കാം. ഇത് ഒരു 10 ചെറിയ ഉള്ളിയാണ്, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ അല്പം കൂടുതൽ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്, അത് നോക്കിയിടുക. ഇനി മസാലയെല്ലാം മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരുന്ന ബീഫാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായി വരണ്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പെട്ടെന്നായി കിട്ടുന്നതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്